Hello friends, welcome to another video of Life Chapters. നമുക്കിന്ന് സൗത്ത് അമേരിക്കക്കാരനായ ഒരു സൂപ്പർ ഫുഡിനെ പരിചയപ്പെടാം. QUINOA. നമുക്ക് വേണമെങ്കിൽ ക്യുനോവ എന്ന് വായിക്കാം, പക്ഷെ അവൻ്റെ ശരിയായ പേര് കീൻവ എന്നാണ്. കീൻവ. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കീൻവയെ പറ്റിയിട്ടും അതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടും മാത്രമാണ്. ഈ കാണുന്ന ഇത്തിരി കുഞ്ഞൻ ബൗളിലുള്ള ആളാണ് കീൻവ. ഇവനെ ഒരു 100 ഗ്രാം നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 120 കാലറിയാണ് കിട്ടുന്നത്. ഏകദേശം 5 ഗ്രാം നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. 21 ഗ്രാമോളം നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ്. ഒരു 3 ഗ്രാമോളം നമുക്ക് ഫാറ്റ് കിട്ടുന്നുണ്ട്. സിങ്ക്, മഗ്നീഷ്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് കീൻവ എന്ന് പറയുന്നത്. ആൻറ്റി ഓക്സിഡന്റ് കൊണ്ട് പാക്ഡ് ആണ് ഈ ഇത്തിരി കുഞ്ഞ സാധനം. 12 വർഷമായി ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ് ഞാൻ. ഡയബറ്റീസിന് 2 നേരം മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. അരി ഭക്ഷണത്തിന് പകരമായിട്ട് നമുക്ക് ഒരു നേരം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ്. ഞാൻ കണ്ടത് ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വയറ് നിറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. പെട്ടെന്നുള്ളൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവുന്നില്ല. മീൻ കറിയുടെ കഴിക്കാം, ചിക്കൻ കറിയുടെ കഴിക്കാം, ഈവൻ സാലഡിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നമ്മൾ അറിഞ്ഞ് കഴിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ സ്വയം എന്നെ തന്നെ ചിട്ടപ്പെടുത്തി. നമ്മൾ എന്ത് കഴിക്കുന്നു, എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നു, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒക്കെ ന്യൂട്രീഷണൽ വാല്യൂസ് എത്രയാണ്, അങ്ങനെ നമ്മൾ ഭക്ഷണത്തെ അറിഞ്ഞ് കഴിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഡയബറ്റീസിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം തന്നെ എനിക്ക് നോട്ടീസ് ചെയ്യാൻ വേണ്ടി. കണ്ടുമുട്ടുന്ന 1/3 ആളും ഷുഗർ പേഷ്യൻസായ കേരളത്തിൽ ഇത്തരം ഫുഡുകളാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്, കഴിക്കേണ്ടത്. ജീവിതശൈലി രോഗമെന്ന് പറയുന്ന ഷുഗറിനെ ആ ശൈലി ഒന്ന് ചെറുതായിട്ട് വ്യത്യാസപ്പെടുന്നതുകൂടി തന്നെ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. ഞാൻ മാറ്റം വരുത്തി, നിങ്ങളും മാറ്റം വരുത്തണം. അപ്പം നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നതെന്ന് ഒന്ന് കാണാം. 100 ഗ്രാം കീൻവ എടുത്തിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. നമ്മൾ കീൻവ കുക്ക് ചെയ്യേണ്ടത്, നമ്മൾ 1 ഗ്ലാസ് കീൻവയാണ് എടുക്കുന്നതെങ്കിൽ അതേ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പാത്രം വെച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കീൻവ ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കിയോ കൊടുക്കണം. അപ്പം നമ്മുടെ കീൻവ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റിയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡി ആയിരിക്കുകയാണ്. നമ്മളിന്ന് കീൻവയുടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ചിക്കൻ വെജിറ്റബിൾ സാലഡാണ്. ബ്രോക്കോളി, ക്യാപ്സിക്കം, മഷ്റൂം, ചിക്കൻ, ഇത്ര മാത്രമേ ഉള്ളൂ. മസാലയൊക്കെ വളരെ കുറവിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത സാധനമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ കോംബോ. വീഡിയോ നിങ്ങളൊക്കെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു, അഭിപ്രായങ്ങൾ അറിയിക്കുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. See you.